അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഔ കളുലുമാതിൻ ഫീ ബഹ്രിൽ ലുജ്ജിയ്യിൻ യഗ്ശാഹു മൗജും മിൻ ഫൗഖിഹി സഹാബ് ളുലുമാതും ബഅ്ളുഹാ ഫൗഖ ബഅ്ള്. സദഖല്ലാഹ്. ഏറെ സ്നേഹവും ആദരവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഈ ഇൽമിൻ്റെ മജ്ലിസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അള്ളാഹു നമ്മളെയെല്ലാം അവൻ ഇഷ്ടപ്പെടുന്ന ആബിദീങ്ങളിൽ ഉൾപ്പെടുത്തുകയും ഈമാനോടുകൂടെ മരിക്കാനുള്ള തൗഫീഖ് നൽകുകയും ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. എം അക്ബർ എ ജബ്ബാർ സംവാദത്തിന് ശേഷം പരാജയം ഉള്ളിലെങ്കിലും സമ്മതിച്ചുകൊണ്ട് അടങ്ങിയിരിക്കുകയായിരുന്നു ഇസ്ലാം വിമർശകർ. ഇസ്ലാം വിമർശകർ എന്ന് പറയാനേ ആഗ്രഹിക്കുന്നുള്ളൂ, നിരീശ്വരവാദികൾ എന്ന് പറയുന്നില്ല. കാരണം അവരിൽ പലരുമുണ്ട് മുക്കൂട്ട് മുന്നണി എന്ന് പറയുന്നത് പോലെ എല്ലാവരും കൂടിച്ചേർന്നുകൊണ്ട് ഒരൊറ്റ ലക്ഷ്യവുമായി മുന്നേറുകയാണ്: ഇസ്ലാമിനെ വിമർശിക്കുക, ഖുർആനിൽ തെറ്റുണ്ട് എന്ന് സ്ഥാപിക്കുക. അങ്ങനെയുള്ള ഇസ്ലാം വിമർശകർ ഇന്നലെ മുതൽ സന്തോഷത്തിലാണ്. കാരണം തലപ്പാവണിഞ്ഞ ഒരു ഉസ്താദ് എന്ന് തോന്നിപ്പിക്കുന്നയാൾ എം അക്ബർ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്തു എന്നും അതുകൊണ്ട് തന്നെ ജബ്ബാർ ജയിച്ചു എന്നും പറയാതെ പറയുകയാണ്. നിരീശ്വരവാദികളുടെ ഖുർആൻ വിമർശകരുടെ ചാനലുകളിലും ഗ്രൂപ്പുകളിലും നൗഷാദ് അഹ്സനിയുടെ ക്ലിപ്പ് ഓടിപ്പാഞ്ഞ് നടക്കുകയാണ്. അവരുടെ വേദവാക്യം പോലെ ഏറ്റെടുത്തുകൊണ്ട് ഇസ്ലാം പരാജയപ്പെട്ടു, ഖുർആൻ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് പരത്തുകയാണ്. ഉള്ളതിനും ഇല്ലാത്തതിനും തെളിവൊന്നുമില്ലെങ്കിൽ പോലും ഇസ്ലാമിനെ വിമർശിക്കാൻ അവസരം കിട്ടുന്നിടത്ത് വിമർശിക്കുകയും കെട്ടിച്ചമച്ച ഹദീസുകൾ ഉണ്ടാക്കുകയും ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തും ഇസ്ലാമിനെ താറടിച്ച് കാണിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മുന്നിൽ ജബ്ബാർ പറഞ്ഞതാണ് ശരി എന്ന് ഒരാൾ പറഞ്ഞാലുണ്ടാകുന്ന അവസ്ഥ. ഹസനിയോട് പറയാനുള്ളത്, നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ വിശ്വാസത്തെ കുരുതി കൊടുക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നൂറിലെ 40-ാമത്തെ ആയത്തിൽ ഒരു ശാസ്ത്രവുമില്ല എന്ന് നിങ്ങൾ തറപ്പിച്ച് പറയുന്നുവെങ്കിൽ നിങ്ങൾക്കതിനുള്ള തെളിവ് എവിടുന്ന് കിട്ടി? നിങ്ങൾ 100% ഉറപ്പില്ലാത്തൊരു കാര്യം നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞു? നിങ്ങളുടെ അറിവില്ലായ്മ തീർക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ് എന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അല്ലാതെ നമുക്കൊന്നും ചെയ്യാനില്ല. അദ്ദേഹത്തെ വ്യക്തിപരമായി കൂടുതൽ ഇകഴ്ത്താനോ താഴ്ത്താനോ നമ്മൾ നിൽക്കുന്നില്ല. അത് നമ്മുടെ ഒരു മാർഗവുമല്ല. ഈ അവസരം മുതലെടുത്ത് ചിലരോട് ചില യാഥാർത്ഥ്യങ്ങൾ പറയുക എന്നത് മാത്രമാണ് ലക്ഷ്യം. അഹ്സനി പറഞ്ഞല്ലോ ഈ ആയത്തിൽ ശാസ്ത്രം ഒന്നും ഇല്ല എന്ന്. ജബ്ബാർ പറയുന്നതും ജബ്ബാർ മാഷ് പറയുന്നതും അത് തന്നെയാണ്. ഈ ആയത്തിൽ ശാസ്ത്രമൊന്നുമില്ല. ഇതിൽ പറയുന്നത് കടലിൻ്റെ ഉപരിതലത്തിലുള്ള തിരമാലകളെക്കുറിച്ചാണ്. ഇൻറ്റേർണൽ വേവ്സിനെ കുറിച്ചുള്ള ഒരു സൂചനയും ഈ ആയത്തിൽ ഇല്ല എന്ന്. പരിശുദ്ധ ഖുർആനെ വ്യാഖ്യാനിച്ച് വെളുപ്പിച്ചെടുക്കാൻ ശ്രമിക്കാൻ 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികളുടെ മണ്ടത്തരം വ്യാഖ്യാനിച്ച് വെളുപ്പിച്ചെടുക്കുകയാണ് എന്ന് പറയുന്നവരുടെ ഇടയിലേക്ക് ഇങ്ങനെയൊന്ന് കൊടുക്കുമ്പോൾ കുറച്ചുകൂടി പഠിക്കാമായിരുന്നു എന്ന് അഹ്സനിയോട് ഞാൻ സൂചിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഒരു പഠനമില്ലായ്മ, അറിവില്ലായ്മ കൊണ്ടുവരുന്ന ദുരിതം വളരെ വലുതാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു സംഭവത്തെക്കുറിച്ച്, വിശുദ്ധ ഖുർആനിലെ ഈ ഒരു ശാസ്ത്രീയ സത്യത്തെക്കുറിച്ച് സംസാരിക്കണമെന്നോ ഒരു ക്ലാസ് ചെയ്യണമെന്നോ ഞാൻ കരുതിയതിരുന്നതല്ല. കാരണം അത് അത്രമേൽ വ്യക്തമാണ്. പകൽ പോലെ വ്യക്തമായൊരു കാര്യത്തെ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല എന്ന് കരുതി. പക്ഷേ ഇത് വിശദീകരിക്കാതെ, ഇത് പറയാതെ വയ്യ. ഒന്നുമില്ലെങ്കിൽ പോലും വിശുദ്ധ ഖുർആനെ വിമർശിക്കുക എന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ക്രൂരനാണ് എന്ന് തെളിയിക്കാൻ കുറേ ഹദീസുകളുടെ അർത്ഥവും അതിൽ ഹദീസ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിലൊന്നുമില്ല എന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ഞാനതൊക്കെ വായിച്ചു. അതിൽ കൊടുത്തിട്ടുള്ള ഹദീസ് നമ്പർ സ്വഹീഹ് മുസ്ലിമിലെ നമ്പറുമായി ഒത്തുനോക്കുമ്പോൾ സ്വഹീഹ് മുസ്ലിമിൽ അങ്ങനെയൊരു നമ്പറില്ല. ഇസ്ലാമിലെ മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും മറ്റ് മതസ്ഥരുടെ മുന്നിൽ ഇസ്ലാമിനെ ചെറുതാക്കാനും തകർക്കാനും വേണ്ടിയുള്ള ശ്രമം മാത്രമാണ്. ഇനി ആ വിഷയത്തിലേക്ക് വരാം.
ആഴക്കടൽ ബഹ്റുൽ ലുജ്ജിയാണ് ചർച്ച. അഹ്സനെ ശ്രദ്ധിച്ചു കേൾക്കുമെന്ന് വിചാരിക്കാണ്. ബഹ്റുൽ ലുജ്ജിയനെ കുറിച്ചാണ് ചർച്ച, ആഴക്കടലിനെ കുറിച്ച്. വിശുദ്ധ ഖുർആനിലെ തിരമാലകൾ പിന്നെ ആഴക്കടലിനെ മൂടുകയാണെങ്കിൽ അവിടെ ശാസ്ത്രമില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഞാനിനി പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ഒന്നുപോലും എൻ്റെ വാക്കുകളല്ല. വ്യാഖ്യാനിക്കാൻ വേണ്ടി ഒരു ഹറഫ് പോലും ഞാൻ ചേർക്കുന്നില്ല, ഒരു ലെറ്റർ പോലും ഞാൻ ചേർക്കുന്നില്ല. ഞാൻ വിശുദ്ധ ഖുർആനിൻ്റെ ട്രാൻസ്ലേഷനും സയൻസിൻ്റെ ബുക്കും സയൻസിൻ്റെ ശാസ്ത്രജ്ഞന്മാരുടെ പിന്നെ സമുദ്രശാസ്ത്രം പഠിക്കുന്നവരുടെ വാക്കുകളും മാത്രം ഞാൻ വെക്കുകയാണ്. നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതിൽ ശാസ്ത്രമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഔഖലുലുമാത്തിൻ ഫി ബഹ്രിൽ ലുജ്ജിൻ യഗ്ഷാഹു മൗജുൻ മിൻ ഫൗഖിഹി മൗജ്. അപ്പോൾ ആഴക്കടലിലുള്ള ഇരുട്ടുകൾ പോലെ അതിനെ തിരമാലകൾ മൂടുന്നു, അതിൻ്റെ മേലെയും തിരമാല. ആഴക്കടലിനെ തിരമാലകൾ മൂടുന്നു. അപ്പോൾ ആഴക്കടലിനെ തിരമാല മൂടുക എന്ന് പറഞ്ഞാൽ ആഴക്കടലിനെ മൂടുന്ന തിരമാല ഉപരിതലത്തിൽ സർഫേസിലല്ലേ ഉണ്ടാവുക? അതിലെങ്ങനെയാണ് ശാസ്ത്രം എന്നാണ്. ഈ ആയത്തിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നിങ്ങൾ കാണാം. Or their deeds are like the darkness in a deep sea, covered by waves upon waves, topped by dark clouds, darkness upon darkness. If one stretches out their hands, they can hardly see it. അപ്പോൾ ഇതിലുപയോഗിച്ചിരിക്കുന്നത് ബഹ്റുൽ ലുജ്ജി എന്ന പിന്നെ അറബി പദം, ആഴക്കടൽ, ഡീപ് സീ. എന്താണ് ഈ ആഴക്കടൽ, ഡീപ് സീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജബ്ബാർ മാഷും കൂട്ടരും നൗഷാദ് അഹ്സനയും മനസ്സിലാക്കിയതുപോലെയാണോ എങ്കിൽ അവർ പഠിക്കട്ടെ. അപ്പോൾ എന്തായിരുന്നാലും ഈ വിഷയത്തെക്കുറിച്ചൊന്ന് പഠിക്കാൻ വേണ്ടി ഞാൻ പിന്നെ സമുദ്രശാസ്ത്രം പഠിക്കുന്ന കുറച്ച് സൈറ്റുകളൊക്കെ സെർച്ച് ചെയ്തു. കുറച്ച് സൈറ്റുകൾ സെർച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പറ്റിയത് സെർച്ച് ചെയ്തു എന്നല്ല. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക, വാട്ട് ഈസ് ഡീപ് സീ. ആ ഫസ്റ്റ് പേജിൽ വരുന്ന ചില റിസർച്ച് റിസൾട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ആ റിസൾട്ടിൽ സമുദ്രത്തെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾ എന്താണ് ഡീപ് സീ എന്ന് പറയുന്നത്. ഖുർആൻ പറയുന്നത് ഡീപ് സീയെ, ബഹ്റുൽ ലുജ്ജിനെ തിരമാല മൂടുന്നുണ്ട് എന്നാണല്ലോ. ആ ഡീപ് സീ എവിടെ നിന്ന് ആരംഭിക്കുന്നു? മറീൻ ബയോ എന്ന് പറയുന്ന സമുദ്രത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുടെ ഒരു സൈറ്റ് ഉണ്ട്, മറീൻ ബയോ. ആ മറീൻ ബയോയിൽ പറയുന്നുണ്ട്, ദ ഡീപ് സീ ബിഗിൻസ് ബിലോ അബൌട്ട് 200 meters where sunlight becomes inadequate for photosynthesis. സൂര്യപ്രകാശം, ഫോട്ടോസിന്തസിസിന് ആവശ്യമായ സൂര്യപ്രകാശം ലഭിക്കാത്ത കടലിൻ്റെ 200 മീറ്റർ താഴെ നിന്നാണ് ഡീപ് സീ ആരംഭിക്കുന്നത്, ബഹ്റുൽ ലുജ്ജി ആരംഭിക്കുന്നത്. 200 മീറ്ററിൽ താഴെ നിന്നാണ് ഡീപ് സീ ആരംഭിക്കുന്നത്, ബഹ്റുൽ ലുജ്ജി ആരംഭിക്കുന്നത് എന്ന് ഞാനല്ല പറയുന്നത്, ശാസ്ത്രമാണ്. ആ 200 മീറ്റർ താഴെ നിന്ന് ആരംഭിക്കുന്ന ഡീപ് സീയെ തിരമാല പൊതിയുന്നു എന്ന് ഖുർആൻ പറയുമ്പോൾ ആ തിരമാല എവിടെയാണ് ഉണ്ടാവേണ്ടത്? 200 മീറ്റർ താഴെയാണോ അല്ലെങ്കിൽ ഉപരിതലത്തിലാണോ? ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാം, ഇത് പറയുന്നത് ഞാനല്ല. ഈ ഒരൊറ്റ സൈറ്റ് മാത്രമല്ല. രണ്ടാമത്തത് പാണ്ട, WWF പാണ്ട ഡിസ്കവർ എന്ന് പറയുന്ന മറ്റൊരു ശാസ്ത്രജ്ഞന്മാരുടെ ഒരു സൈറ്റ്. അതിൽ പറയുന്നത് ദ ഡീപ് സീ സ്റ്റാർട്ട്സ് വേർ ദ സൺലൈറ്റ് സ്റ്റാർട്ട് ടു ഫെയ്ഡ് അറൗണ്ട് 200 meters ബിലോ ദ സർഫേസ് ഓഫ് ദി ഓഷ്യൻ. കടലിൻ്റെ 200 മീറ്റർ താഴെ സൂര്യപ്രകാശം മങ്ങി തുടങ്ങുന്നിടത്താണ് ഡീപ് സീ സ്റ്റാർട്ട് ചെയ്യുന്നത്. അഹ്സനി എന്താണ് പറയുന്നത്? ആഴക്കടൽ എന്ന് പറയുന്നത്, ആഴക്കടലിന് മുകളിലെ തിരമാല എന്ന് പറയുന്നത് സർഫേസിൽ കാണുന്ന, മുകളിൽ കാണുന്ന തിരമാലകളാണ്, അല്ലാതെ അതിൽ ശാസ്ത്രമൊന്നും ഇല്ല എന്നാണ്. ശാസ്ത്രം പറയുന്നത് 200 മീറ്റർ താഴെ നിന്നാണ് ഡീപ് സീ ആരംഭിക്കുന്നത്. ഖുർആൻ പറയുന്നത് ഡീപ് സീയെ തിരമാല മൂടുന്നു. അപ്പോൾ തിരമാല എവിടെയാണ് ഉണ്ടാവേണ്ടത് എന്ന് ജബ്ബാർ മാഷും കൂട്ടരൊന്ന് വ്യക്തമാക്കുന്നത് വളരെ നല്ലതാണ്. മൂന്നാമത്തേത് ഓഷ്യൻ എക്സ്പ്ലോറർ എന്ന് പറയുന്ന മറ്റൊരു സൈറ്റിൽ, ഇതൊക്കെ ഞാൻ എനിക്കിഷ്ടപ്പെട്ട സൈറ്റുകൾ മാത്രം തിരഞ്ഞെടുത്തതല്ല. നിങ്ങൾ വാട്ട് ഈസ് ഡീപ് സീ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന ഫസ്റ്റ് പേജിൽ തന്നെ കാണാവുന്ന റിസൾട്ടുകളാണിത്. ദിസ് മീൻ ദ ഡീപ്പ് ഈസ് ദ പാർട്ട് ഓഫ് അവർ ഓഷ്യൻ ദാറ്റ് ഈസ് ഡാർക്ക്, കോൾഡ്, ഫുഡ് പുവർ, സബ്ജക്റ്റ് ടു ഇൻറ്റൻസ് പ്രഷർ. തീവ്രമായ പ്രഷറുള്ള, പിന്നെ ഭക്ഷണ കുറവുള്ള, പിന്നെ ഇരുണ്ട സ്ഥലമാണ് ഈ ഡീപ് സീ എന്ന് പറയുന്നത്. അപ്പോൾ ഡീപ് സീ ആരംഭിക്കുന്നത് 200 മീറ്ററിൻ്റെ താഴെയാണ്. ഇനി ഈ പറഞ്ഞൊന്നും നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ല എങ്കിൽ നമ്മളൊക്കെ സാധാരണ കാണുന്ന ഒരു ചാനലാണ് നാഷണൽ ജിയോഗ്രാഫിക്സിൻ്റെ. ഈ നാഷണൽ ജിയോഗ്രാഫിക്സിൻ്റെ യൂട്യൂബ് ചാനലിൽ അവർ തന്നെ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ ഉണ്ട്, ഡീപ് സീ ക്രിയേറ്റേഴ്സ്. ഡീപ് സീ ക്രിയേറ്റേഴ്സ് ആഴക്കടലിലെ ജീവികൾ. ആഴക്കടലിലെ ജീവികൾ എന്ന് പറയുമ്പോൾ ജബ്ബാർ മാഷിനും നൗഷാദ് ഹസനിക്കൊക്കെ മനസ്സിൽ വരിക ചിലപ്പം
പിന്നെ ആഴക്കടൽ ജീവി എന്ന് പറഞ്ഞാൽ ഈ ഉപരിതലത്തിൽ കൂടെ പിന്നെ നടക്കുന്ന ചാളയും അതേപോലെയുള്ള ജീവികളൊക്കെ ആയിരിക്കും. എന്നാൽ ആഴക്കടലിലെ ജീവികളിൽ ഏതാണ് എന്ന് നാഷണൽ ജിയോഗ്രാഫിക്സ് അവരുടെ ചാനലിൽ, ആ ചാനലിൻ്റെ വീഡിയോ നാഷണൽ ജിയോഗ്രാഫിക്സ് പിന്നെ എല്ലാ ഡീപ് സീ ക്രിയേച്ചേഴ്സ് എന്ന് പറയുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ, ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇവിടെ ഇടുന്നുണ്ട്, ആവശ്യമുള്ളവർക്ക് കണ്ട് പഠിക്കാവുന്നതാണ്. അതിൽ പറയുന്നുണ്ട്, the deep sea creatures refers to organism that lives below the photic zone of ocean. കടലിൻ്റെ ഫോട്ടിക് സോണിന് താഴെയുള്ള ജീവികളെയാണ് പിന്നെ ഡീപ് സീ ക്രിയേച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആഴക്കടലിലെ ജീവി എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടിക് സോണിൻ്റെ താഴെയുള്ള ജീവികളാണ്. എന്താണ് ഫോട്ടിക് സോൺ? ഫോട്ടിക് സോൺ എന്ന് പറഞ്ഞാൽ ഫോട്ടിക് സോൺ ഓർ സൺലൈറ്റ് സോൺ ഈസ് ദ അപ്പർമോസ്റ്റ് ലെയർ ഓഫ് ദി ബോഡി ഓഫ് വാട്ടർ ദാറ്റ് റിസീവ്സ് സൺലൈറ്റ്. സൂര്യപ്രകാശം സ്വീകരിക്കുന്ന കടലിൻ്റെ ഏറ്റവും ഉപരിതലത്തിലുള്ള മുകളിലുള്ള ലെയർ, ആ അടുക്കിന് താഴെയുള്ള ഭാഗങ്ങളാണ്, സൂര്യപ്രകാശം സ്വീകരിക്കാത്ത താഴെയുള്ള ഭാഗങ്ങളാണ് എന്ത്? ഡീപ് സീ. ഖുർആനും പറയുന്നത് ഡീപ് സീ ബഹറുൽ ലുജ്ജി. ആ ഡീപ് സീയെ 200 മീറ്ററിന് താഴെ നിന്ന് ആരംഭിക്കുന്ന ഡീപ് സീ ബഹറുൽ ലുജ്ജീനെ തിരമാലകൾ മൂടുന്നു എന്ന് ഖുർആൻ. അതിലെവിടെയാണ് വ്യാഖ്യാനിച്ച് വെളുപ്പിക്കേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് കൂടുതൽ വ്യാഖ്യാനമാണ്? പച്ചവെള്ളം പോലെ, പച്ചപ്പകൽ പോലെ വ്യക്തമായ ഒരു സത്യത്തെ വാക്കുകൾ തന്നെ എടുത്താൽ, അർത്ഥം തന്നെ എടുത്താൽ മനസ്സിലാവുന്ന രീതിയിലേക്ക്. ഞാൻ ഈ പറഞ്ഞതൊന്നും എൻ്റെ വാക്കുകളല്ല, ഞാൻ ഈ സൂചിപ്പിച്ചതൊന്നും എൻ്റെ കമൻസും അല്ല. സമുദ്രത്തെക്കുറിച്ച് പഠിക്കുന്നവരുടെ, നാഷണൽ ജിയോഗ്രാഫിക് പോലെയുള്ള, മറീനോ ബയോ പോലെയുള്ള ശാസ്ത്രത്തെയും സയൻസിനെയും കടലിനെയും കുറിച്ച് പഠിക്കുന്നവരുടെ വാക്കുകൾ മാത്രമാണ്. അതെടുത്ത് വെച്ചാൽ പോലും വിശുദ്ധ ഖുർആൻ പറഞ്ഞ ശാസ്ത്രീയമായ സത്യം വളരെ കൃത്യമാകും. പ്രിയപ്പെട്ട അഹ്സനിയോട് പറയാനുള്ളത്, നിങ്ങൾ പറഞ്ഞ തെറ്റ് നിങ്ങൾ തിരുത്താൻ ജനങ്ങൾക്ക് മുന്നിൽ പിന്നെ വഷളാവാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ അറിവില്ലായ്മ സമ്മതിക്കുകയും ജനങ്ങളുടെ മുന്നിൽ ഈ ശാസ്ത്രത്തെ അംഗീകരിക്കുകയും ചെയ്യുക. അള്ളാഹു സത്യം മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനെ നമുക്കൊന്നും വ്യാഖ്യാനിച്ച് വെളുപ്പിക്കേണ്ട ഒരാവശ്യവുമില്ല. അങ്ങനെ ദുർബലമായ ആയത്തും ഒരഹർഫും ഖുർആനിലില്ല. നമ്മുടെ വ്യാഖ്യാനങ്ങൾ കൊണ്ട് തെളിയേണ്ട ഒരു സത്യവും ഖുർആനിലില്ല. ഖുർആൻ എല്ലാവർക്കും മുന്നിലും എല്ലാ കാലത്തും ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന പിന്നെ അതുല്യമായ എല്ലാം ജയിക്കുന്ന സത്യമാണ്. അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു തന്നെ സംരക്ഷിക്കും. ഖുർആനെ സംരക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുവെങ്കിൽ അത് നമുക്ക് ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ്, ജീവിതത്തിൻ്റെ ദൗത്യമാണ്. അള്ളാഹു നമ്മളെയൊക്കെ ഈമാനുള്ള ആളുകളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.